ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് എന്ന് പറയും അല്ലേ? ഞങ്ങളുടെ കട്ട്ലറ്റ് ബീഫ് കുച്ചു കുച്ചു ഹോത്തായ. അങ്ങനെയും പറയാം, അത് വേറെ പേരിൽ പറയുന്നതാണ്. പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. അത് നിങ്ങൾ കണ്ടോളൂ എന്താണെന്നുള്ളത്. ആദ്യം നമ്മളിപ്പോൾ ഒലീവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചോപ്ഡ്, നല്ല ഫൈൻലി ചോപ്ഡ്, അതെ, നല്ല ചോപ്പ് അടിച്ച സവാളയാണ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നമുക്കൊരു 3, 4, 5, 6 കട്ട്ലറ്റ് ഞങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ടല്ലേ. കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അധികം കഴിക്കാൻ പാടില്ല. കാര്യം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല. എന്തുവാണെങ്കിൽ അമൃതമാണെങ്കിലും നമ്മൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. വിഷമം എന്ന് പറഞ്ഞ പോലെ കട്ട്ലറ്റ് എപ്പോഴും വളരെ കുറച്ച് കഴിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു, കാരണം ബീഫിൽ കുറച്ച് ഞങ്ങൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ ബീഫിൻ്റെ ഇത് വേവിച്ചപ്പോൾ ഒരു പൊടിക്ക് ബീഫ് ഇതൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കണം. അപ്പം നമ്മൾ ഇതിലൊരു പൊടിക്ക് ഇതിട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി ഉണ്ട്. ദെൻ പച്ചമുളകുണ്ട്. അപ്പം പച്ചമുളകും ഇഞ്ചിയും നമ്മളതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഫ്ലെയിമിലിരുന്ന് നല്ലോണം ഒരു ബ്രൗൺ കളറാവും. ഇതാവണവരെയും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചേച്ചിയെടുത്ത് ചേച്ചിക്ക് ബീഫാണോ ചിക്കനാണോ കൂടുതൽ ഇഷ്ടമായത്? കട്ട്ലറ്റ് ബീഫ് കട്ട്ലറ്റ് അല്ലേ? എനിക്കും ഏറ്റവും ഇഷ്ടം ബീഫ് കട്ട്ലറ്റ്. പൊറോട്ടയും ബീഫ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കഴിക്കുന്ന സാധനമാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ബീഫ് അയ്യോ, എല്ലാ ഞായറാഴ്ചയും ബീഫിന് വേണ്ടി കാത്തിരിക്കും. കാര്യം ഞായറാഴ്ച ഒരു ദിവസമാണ് ബീഫ് മേടിക്കുന്നത്. അല്ല, ബീഫ് മേടിച്ചില്ലെങ്കിൽ അന്ന് ഞായറാഴ്ച ആയിട്ട് തോന്നിയും കൂടി ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് എന്റെ ശരിക്കും. വേറെ പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ. മുളക് പൊടിയും മഞ്ഞപ്പൊടി ഒന്നും നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല നമ്മുടെ മിനോൾട്ട പാത്രത്തിൽ കിടന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് പാത്രം മിനോൾട്ട. പറയാതിരിക്കാൻ വയ്യ. അതെ, ഈ മിനോൾട്ട പാത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്തൊക്കെ മിനോൾട്ട. അതിന് ഞങ്ങളുടെ കളറും നല്ല ഗ്രീൻ മിനോൾട്ട. അതിലാണ് ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ റെഡി. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ വേറെ നമ്മൾ സ്പൈസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ചിട്ടു കേട്ടോ. ബീഫല്ലേ, അപ്പോൾ കാരണം അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അത് കുറച്ചിട്ടു. അതുപോലെ തന്നെ ഒരു മസാല കേട്ടോ. യെസ്, നമുക്ക് നല്ലൊരു ഇളക്കി കൊടുത്തോടാം. മസാല ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കുരുമുളകും ഇതെല്ലാം കൂടെ ഒന്ന് നല്ല വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ബീഫ് കൂട്ടണേ. അത് ലാസ്റ്റ് ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് കേട്ടോ, നല്ലൊരു ബ്ലാക്കിഷ് കളർ. വൈറ്റ് ആയിരുന്നെങ്കിൽ നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് ഇടുകയാണ് ബ്രിട്ടീഷ് ബീഫ് ഇടുന്നു. ബ്രിട്ടീഷ് ബീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ബീഫ്. അത് ഇവന്റെ സ്പെഷ്യൽ ആണ്. അതെ, പിടിച്ചോ മോനെ. അപ്പൊ ഇനി ഇത് നമ്മള് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിന്റെ അകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. നമുക്ക് ഇത്തിരി കൂടി ഒലിവ് ഓയിലിന്റെ കുറവുണ്ട്. ഒലിവ് ഓയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്തൊക്കെ പറയാനും ഒലിവ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു സുഖം വേറെ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ അതിന്റെ ആൾക്കാരാ ഒലിവ് ഓയിലിന്റെ. കുറച്ച് പണിയുണ്ട്, ഇത്തിരി നേരം കിടന്ന് ഫ്രൈയോട് ഫ്രൈ കഴിക്കും. Milma presents Fira Foods Celebrity Kitchen Magic Season 3. Powered by Amrtavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. പക്ഷെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഹോണൊക്കെ അടിച്ചിട്ട് വണ്ടി വരുന്നില്ല. എനിക്കും കൊതി വന്നിട്ടിരിക്കണേ. കൊതിച്ച് കഴിച്ച് തീർക്കരുത്. നിങ്ങൾ വന്നപ്പോ കറക്റ്റ് ഞങ്ങൾ ഇതിന്റെ മെയിൻ സാധനം എടുത്ത ടൈമാണ്. നമ്മൾ തട്ടും അങ്ങോട്ട്. ഇത് ഞങ്ങള് ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് എന്ന് പറയും. ബീഫ് കട്ട്ലറ്റ് ആണ്. ഒരു ബ്രിട്ടീഷ് കുറച്ച് മാറി പറയണം. ഇത് കഴിക്കുന്ന ടേസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഷെഫിന്റെ ടേസ്റ്റ് ആണ്. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കണ്ടേ? അതിന്റെ സാധനം കണ്ടോ കണ്ടോ കണ്ടോ? ഡേറ്റ്സിന്റെ കുരു, ഈന്തപ്പഴത്തിന്
അപ്പുറത്ത് അടിച്ചു പറ്റിയ സാധനം. യമുന ചേച്ചി നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ഡിഷ്, അവരുടെ എന്തോ സ്പെഷ്യൽ ഒരു ഡിഷ് അതിന്റെ ഇടയിൽ കാണാനില്ല പറഞ്ഞിട്ട് അവിടെ കരഞ്ഞോണ്ട് അവരുടെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നവീൻ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ് അവരുടെ അങ്ങനെ ഒന്നും ചെയ്യരുത് ingredients അടിച്ചു കൊണ്ടുവന്നത്. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ല. ഡേറ്റ്സ് കണ്ടപ്പോ ആര് അടുത്തുകൂടി പോയാലും ജസ്റ്റ് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കൂല. അങ്ങനെ ഒരു 5-8 എടുത്തു അത്രേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം എടുക്കാടാ. എടുത്താലേ അവർക്ക് പാചകം ചെയ്യണ്ടേ. ഞാൻ അറിഞ്ഞില്ല ചേട്ടാ, അതുകൊണ്ടാ അല്ല അറിഞ്ഞോളും. യമുന ചേച്ചി അറിയിച്ചപ്പോ അയ്യോ അവള് വരും ഇങ്ങോട്ട്. അല്ല 5-8 നോക്കിയല്ലോ, ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായോ? അറിഞ്ഞാ മതി. ചേച്ചി, ഇനി പറയൂ. ഞങ്ങളുടെ ബീഫ് കട്ട്ലേറ്റ് അങ്ങനെ ഏകദേശം ഒരു കഴിയാറായോ? കഴിയാറായില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കണമല്ലോ. ഇതിന്റെ ആ ഒരു നിങ്ങൾക്ക് സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? അതാ അത് ചോദിച്ചത്. വന്നപ്പോഴേ ഞാൻ ഇട്ടല്ലോ, smell ഇട്ട് കഴിഞ്ഞു. എടാ, മതിയെടാ മതിയെടാ അതാ ആ ഒരു സുഖമില്ലല്ലോ. ആ ഒരു feel ഞങ്ങൾക്ക് അത് അത്ര ഞാനങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആസ്വദിക്കുക. ഇത് ആസ്വാദനമായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. അതെ സത്യം, വേറെന്തോ ഒരു ഫീലിംഗ് തോന്നിട്ടോ. ചേച്ചി ഞാൻ ആസ്വദിച്ച് മനസ്സിലായി ആസ്വാദത്തിന് മനസ്സിലായി. അപ്പൊ ഞാൻ ഗംഭീരാവട്ടെ ചേച്ചി. ഓക്കെ നവീൻ ഉച്ചയ്ക്ക് സംഭവം സെറ്റാ. ഞാൻ ഒരു കാര്യം പറയാം, നന്നായിട്ട് ഗാർണിഷ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലല്ലോ. കയ്യിൽ നിന്ന് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഭവം നല്ലതാണ്. കളർഫുൾ ആയിട്ട് കൊണ്ടുവരണം അവിടെ. ഉറപ്പായിട്ടും അതാ മാം അലങ്കാര വസ്തുക്കളും കാര്യങ്ങളൊക്കെ ചെയ്ത് നവീനാണ് ഏൽപ്പിച്ചേക്കണം. പറ്റിയാലും ഒരു ബീഫിനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിന്റെ ഒരു ഡെമോ. എടാ നന്നായിടാ. അതാ പിന്നെ നിങ്ങളൊന്ന് just ഒന്ന് കറങ്ങിട്ടൊക്കെ. ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒന്നും ചെയ്യില്ല ചേച്ചി. ഇല്ല ഒന്നും ചെയ്യില്ല. ഇല്ലടാ. ബീഫ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇത് ഏകദേശം പരുവായിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി പിടിക്കാൻ കട്ട്ലറ്റ് പിടിക്കാനുള്ള ബീഫ് പരിപാടി ഏകദേശം വെന്ത് നമ്മള് ബീഫ് ഉരുളക്കിഴങ്ങ് ബാക്കി മസാലാസ് എല്ലാം ഓയിൽ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. കട്ട്ലറ്റിന് തൊട്ട് മുമ്പ് ഒന്ന് ഉള്ള സെറ്റ് ആയിട്ടുണ്ട്. അതെ, ഞാൻ പതുക്കെ ഇത് ഇനി മൊരിയലൊക്കെ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ടല്ലേ മൊരിയൽ അല്ലേ? അത്യാവശ്യം എല്ലാ ചേരുവകളും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാം നാച്ചുറലാണ്. ടേസ്റ്റ് മേക്കേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. അതെ, നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള അതെ വേറെ ഒരു സാധനമില്ല. ബീഫ് പോലും നാച്ചുറലാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് മാറ്റാം. അതെ ഇത് മാറ്റാം. തട്ടാ അല്ലേ? ഓക്കെ, അടിപൊളി. കട്ട്ലറ്റിന്റെ ഷേപ്പ്, കട്ട്ലറ്റ് എപ്പോഴും കട്ട്ലറ്റിന്റെ ഷേപ്പിലാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് ഷേപ്പ് ഒന്ന് സെറ്റാക്കി എടുക്കണം. കോൺഫ്ലവർ ഒഴിച്ചു. ഓക്കെ, കോൺഫ്ലവറിലേക്ക് നമ്മൾ 2 ഫുൾ മുട്ട കോൺഫ്ലവറിലേക്ക് ഇടുകയാണ്. ഇതിൽ മുക്കി നമ്മൾ അത് ഡിപ്പ് ചെയ്താ വറക്കുക. ഓക്കെ, അതെ. ഹാർട്ട് ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി വെക്കണേ. കുറച്ച് ഹാർട്ട് ഷേപ്പിൽ കേട്ടോടാ. ചേച്ചി നമ്മുടെ ഒരു 2 സംഭവം കൂടി ആഡ് എന്താണ്? ചെയ്യാനുണ്ട്. ഒന്ന് കുക്കുംബർ, ഒന്ന് നമ്മുടെ എടുത്തു കേട്ടോടാ. ചേച്ചി ചെറിയ ഹാർട്ട് ഷേപ്പിലാക്കാം അല്ലേ നമുക്ക്? ഏറ്റവും നല്ലതാണ്. മിക്ക സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിലാണ് കട്ട്ലറ്റ്സിന്റെ ഒരു പൂക്ക്. ഹലോ, ഷൂട്ട് ചെയ്യണേ. പോടാ അവിടുന്ന് കട്ട്ലറ്റ്. ഒരുത്തരുടെ കട്ട്ലറ്റ് ആയെന്നോ ചോദിച്ചു. അത് തന്നെ നമ്മുടെ ഏരിയയിലേക്ക് ഇടിച്ചു കയറി വരുന്ന എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ. നമ്മളൊക്കെ എവിടെയെങ്കിലും പോകണ്ടോ? നമ്മൾ അങ്ങോട്ട് വല്ലതും പോയാ? ഇല്ലല്ലോ. അത് തന്നെ. നമ്മുടെ കലാശക്കൊട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നല്ല വെട്ടി തിളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഡിപ്പ് ചെയ്യാം. കട്ട്ലറ്റ് നമ്മൾ ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ കട്ട്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വെട്ടി തിളച്ച് വരും. അതെ, ആദ്യം നമ്മൾ ബീഫ് പുഴുങ്ങി ദെൻ നമ്മൾ അതിനെ മിൻസ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ പിന്നെ ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഇനി കോട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പുറത്തുള്ളൊരു ഇത് മാത്രമേ ഇനി അതിൻ്റെ ആവശ്യമുള്ളൂ. സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ.
ഓക്കെ ചേച്ചി, അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വലിയൊരു ഇത് പറഞ്ഞ് ഞങ്ങൾ ഗാർണിഷ് ചെയ്തില്ല. ഇപ്പോൾ ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ച് ഞങ്ങൾക്ക് ഇത്ര അറിയുള്ളൂ. ഞങ്ങളെ കൊണ്ടുള്ള മാക്സിമം അറിവ് വെച്ചിട്ട് ചെയ്ത സംഭവങ്ങളാണ്. ബാക്കിയെല്ലാം ഇനി നമ്മുടെ മാസ്റ്റർ ജി വന്നിട്ട് പറയട്ടെ. താരങ്ങൾ തയ്യാറാക്കിയ വിഭവങ്ങൾ രുചിച്ചറിയാനായിട്ട്, രുചിച്ചതിന്റെ ഫലം പറയാനായിട്ട് പ്രിയപ്പെട്ട ഷെഫ് നളനെ സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. അടിപൊളി. ഹലോ, ഹാപ്പി അല്ലേ? അടിപൊളി. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് നോക്കണ്ടേ അല്ലേ? വന്നപ്പോഴേ കണ്ണാടി വെച്ചിട്ട് ഹലോ അങ്ങനെ പറഞ്ഞു ശബ്ദവും. ജോൺ സാർ വോയിസിനൊക്കെ സിമിലാരിറ്റി ഉള്ളത്. താങ്ക് യു. കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നു അല്ലേ? ഹലോ ഹലോ. അപ്പൊ ഇത് മനഃപൂർവ്വം നമ്മുടെ വിഭവങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം അല്ലേ? നമുക്ക് ഇന്ന് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് സ്നാക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആർക്കും അത് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ് ആദ്യം? വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുണ്ടാക്കിയ പേര് മാത്രം കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുള്ളു. ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് അല്ല, ബ്രിട്ടീഷ് നിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധാരണ ഇത്തരം പേരുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ആളുണ്ട് ഇവിടെ. അല്ല, ഇതിനകത്ത് ആക്ച്വലി നമ്മള് ഇവൻ പറഞ്ഞ പോലെ ഇത് ബ്രിട്ടീഷുകാരുടെ ഒന്നും അല്ല, ഇത് നമ്മുടെ ഞാനൊരു ഇപ്പൊ മാറി. അല്ല, സത്യമായിട്ടും അല്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ഗുമ്മിന് പേരിട്ടൊന്നല്ല, ഇത് കുച്ചു കുച്ചു ഹോത്താഹെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ട ബ്രിട്ടീഷ് കട്ട്ലറ്റ്. നിങ്ങള് പറഞ്ഞ വേണ്ടി പറഞ്ഞാണ്. വല്ല കാര്യമുണ്ട് പാവം. ശരിക്കും ഇത് ആരുടെ കട്ട്ലറ്റാ? ഇത് ശരിക്കും ബീനശേഷി ഉണ്ടാക്കിയ കട്ട്ലറ്റ്. അവനെ മിനിച്ചേച്ചിന്റെ പേരുണ്ട്. അല്ല, ഒരു മിനിറ്റ്. ഇത് എങ്ങനെ വന്ന വരവായിരുന്നു? ബ്രിട്ടീഷ് BBC. അവന്റെ ബ്രിട്ടീഷ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കഴിച്ചു നോക്കിയായിരുന്നോ? ആരാ ഇദ്ദേഹത്തിനെ കൊണ്ടാണോ കഴിപ്പിച്ചത്? അല്ല, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. അല്ല, ചേച്ചിയെടുത്ത് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചാ. അല്ല, ബ്രിട്ടീഷ് എന്നുള്ള പേര് ഒഴിവാക്കി. ബ്രിട്ടീഷ് ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കുന്നത് എന്റെ ഇവൻ ഞങ്ങൾ ഒന്നും വല്ലതും അറിയൂ. ഇത് ഞാൻ അനീഷിനോട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അനീഷ് ഒറ്റ കാര്യം പറയണം. ഇതിന് സോൾട്ട് ഉണ്ടോ എന്ന് പറയണം. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇല്ലല്ലോ, കുറവല്ലേ? ഒരു പോയിന്റ് കുറവല്ലേ? അതല്ല എൻ്റെ പ്രശ്നം. താങ്ക് യു. അപ്പം ബാക്കി ഒരു പോയിന്റ് കുറവാ. അത് ഇദ്ദേഹത്തിനോട് ഞാൻ കുറെ ചോദിച്ചു. അപ്പൊ ഇവൻ എന്താ പറഞ്ഞത്? ഞാൻ ചേച്ചിയെടുത്ത് ആദ്യമേ ചോദിച്ചു, ഇദ്ദേഹത്തിന് ചേച്ചിയെടുത്ത് എന്തെങ്കിലും അല്ല, ഉപ്പ് ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞേ ചേച്ചി ഉപ്പ് നമുക്ക് അധികം വേണ്ട ചേച്ചി, കാരണം ഇത് കൂടുതലാണ്. ചെറിയൊരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ത് പ്രഷർ എന്ന് പറഞ്ഞാലും ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്ന സാധനം ഉപ്പില്ലെങ്കിൽ ഒന്നിനും കൂടുതൽ എന്തിനും രുചി എന്ന് പറയുന്ന സാധനം. അതാ ഞാൻ പറഞ്ഞു. ഞാൻ കുറെ പ്രാവശ്യം നോക്കി. അത് ചേച്ചിയെടുത്ത് വീണ്ടും അതാ ചോദിച്ചത്. ഞാൻ 10 പ്രാവശ്യം എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം കുറവ് ഇല്ല ഇടല്ലേ ചേച്ചി എന്ന് വെച്ചാൽ വേറെ അവൻ പറയുന്നത് ചിലപ്പോൾ കൂടുതൽ. ഒരു ലീഡർ ഉണ്ടാവണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ടു മെനി കുക്സ് സ്പിൽ ദ മിൽക്ക് എന്നാ പറയുന്നത്. രണ്ടിനും കൂടെ ചായ ഇടാൻ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകും. ഒരാൾ എടുത്തു കൊടുക്കാനും ഒരാൾ ഇടാനും നിൽക്കണം. താങ്ക് യു. ഞാൻ